മകളെ, ഇന്ന് നമ്മൾ ഭീഷ്മപർവ്വത്തിലെ കഥകളാണ് പറഞ്ഞു തുടങ്ങുന്നത്. മഹാഭാരത കഥയിലെ 6-ാമത്തെ അധ്യായം അഥവാ പർവ്വമാണ് ഭീഷ്മപർവ്വം. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പറഞ്ഞത് ഉദ്യോഗപർവ്വത്തിലെ കഥകളായിരുന്നു. കുരുവംശത്തിലെ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള കലഹങ്ങളും രാജ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങളും അവ പരിഹരിക്കുവാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഉദ്യോഗപർവ്വത്തിൽ കണ്ടത്. ദുര്യോധനൻ എന്ന കൗരവ യുവരാജാവ് തൻ്റെ പിതാവായ ധൃതരാഷ്ട്രരെ നിർബന്ധിച്ച് പാണ്ഡുവിൻ്റെ മക്കളായ പാണ്ഡവരെ ചൂതുകളിക്ക് വിളിക്കുകയും ശകുനിയുടെ കള്ളച്ചൂതിലൂടെ പാണ്ഡവരുടെ രാജ്യമായ ഇന്ദ്രപ്രസ്ഥവും അവരുടെ മറ്റ് സമ്പത്തുകളും കവർന്നെടുക്കുകയും ചെയ്യുന്നു. എല്ലാം തിരിച്ചു പിടിക്കാം എന്ന ആഗ്രഹത്തോടെ യുധിഷ്ഠിരൻ സ്വയം പണയപ്പെടുകയും തോറ്റപ്പോൾ സഹോദരന്മാരെയും പത്നിയായ ദ്രൗപദിയെയും പണയം വെച്ച് പരാജയത്തിൻ്റെ കയ്പുനീർ കുടിക്കുന്നു. ചൂതുകളിയിലെ വ്യവസ്ഥ അനുസരിച്ച് പാണ്ഡവർ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും നടത്തുന്നു. ആ വ്യവസ്ഥകളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും ദുര്യോധനൻ പാണ്ഡവരിൽ നിന്ന് കവർന്നെടുത്ത രാജ്യവും സമ്പത്തും ഒന്നും അവർക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. ഇതിന് ഒരു പരിഹാരം കണ്ടെത്താനായി പലരും ശ്രമിക്കുന്നു. പാണ്ഡവർ വീരന്മാരായ വില്ലാളികളാണെന്നും കൗരവർ എന്നല്ല ദേവന്മാർ വിചാരിച്ചാൽ പോലും അവരെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ലെന്നും ഒരു യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടി പാണ്ഡവരുടെ രാജ്യം തിരിച്ചു കൊടുക്കണമെന്നും ഉള്ള സന്ധി സംഭാഷണങ്ങൾ പലവട്ടം നടന്നു. ധൃതരാഷ്ട്രർ, ഭീഷ്മർ, ദ്രോണർ, ദ്രുപദ മഹാരാജാവ്, നാരദൻ, വ്യാസൻ, പരശുരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവരെല്ലാവരും ശ്രമിച്ചിട്ടും ദുര്യോധനൻ പാണ്ഡവർക്ക് സൂചി കുത്തുവാനുള്ള സ്ഥലം പോലും കൊടുക്കുകയില്ലെന്ന് വാശി പിടിച്ചു. ഒടുവിൽ യുദ്ധം ചെയ്തു തന്നെ കാര്യങ്ങൾക്ക് തീരുമാനമാകട്ടെ എന്ന് നിശ്ചയിച്ചു. അതിൻ പ്രകാരം കൗരവരും പാണ്ഡവരും യുദ്ധത്തിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി. പാണ്ഡവർ 7 അക്ഷൗഹിണി സൈന്യവും കൗരവർ 11 അക്ഷൗഹിണി സൈന്യവും തയ്യാറാക്കി. ഇരുകൂട്ടരും യുദ്ധഭൂമിയായ കുരുക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. യുദ്ധത്തിനുള്ള സന്നാഹങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ രാജ്യത്തെ ഭവനങ്ങളിൽ വൃദ്ധന്മാരും സ്ത്രീകളും കുട്ടികളും മാത്രം ബാക്കിയായി. യുവജനത മുഴുവൻ യുദ്ധത്തിൽ പങ്കെടുത്തു. ചുരുക്കത്തിൽ ആരോഗ്യമുള്ളവർ എല്ലാവരും യുദ്ധത്തിന് ഉണ്ടായിരുന്നു. പടക്കളം നിറയുമ്പോൾ പരസ്പരം തിരിച്ചറിയുവാൻ ഓരോ വിഭാഗത്തിനും പ്രത്യേകമായ വസ്ത്രങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ദുര്യോധനൻ സ്വന്തം സൈന്യത്തിലെ എല്ലാ രാജാക്കന്മാരെയും അണിനിരത്തി പാണ്ഡവർക്കെതിരെ വ്യൂഹം ചമച്ചു. വ്യൂഹം എന്നതിന് കൂട്ടം എന്നാണ് അർത്ഥം. എങ്കിലും ഇവിടെ വ്യൂഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രു സൈന്യത്തിൻ്റെ ആക്രമണം വേഗത്തിൽ തടയുന്നതിനും സൗകര്യപ്രദമായി ശത്രുവിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനും സൈന്യത്തെ വിന്യസിക്കുന്നതിനെയാണ് വ്യൂഹം ചമയ്ക്കൽ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഇതിനെ ഫോർമേഷൻ എന്ന് പറയുന്നു. ചക്രം പോലെ സൈന്യങ്ങളെ വിന്യസിക്കുന്നതിന് ചക്രവ്യൂഹമെന്നും പത്മം അഥവാ താമരപ്പൂവ് പോലെ സൈന്യങ്ങളെ അണിനിരത്തുന്നതിന് പത്മവ്യൂഹമെന്നും പറയപ്പെടുന്നു. ഇപ്രകാരം ഒരു വ്യൂഹമാണ് ദുര്യോധനൻ അവിടെ അണിനിരത്തിയത്. അപ്പോൾ പാണ്ഡവരും കൗരവരും മറ്റു രാജാക്കന്മാരും ചേർന്ന് യുദ്ധത്തിൽ പാലിക്കേണ്ട ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ടാക്കി. ആ നിയമങ്ങൾ ഇങ്ങനെയായിരുന്നു. ആദ്യത്തേത്, ഓരോ ദിവസവും യുദ്ധം അവസാനിച്ച ശേഷം ഇരുവിഭാഗക്കാരും സൗഹൃദത്തിൽ പെരുമാറണം. 2, ആരും ആരോടും ചതിവുകൾ പ്രയോഗിക്കരുത്. 3, വാക്കുകൾ കൊണ്ട് പൊരുതുന്നവരോട് വാക്കുകൾ കൊണ്ടേ എതിർക്കാൻ പാടുള്ളൂ. 4, സൈന്യത്തിൽ നിന്നും വേർപെട്ടു പോകുന്നവരോട് യുദ്ധം ചെയ്യുവാൻ പാടില്ല. 5, രഥത്തിലിരിക്കുന്ന ഒരാൾ രഥത്തിൽ വരുന്ന എതിരാളിയോടും ആനപ്പുറത്തിരിക്കുന്നവൻ അതേ മട്ടിലുള്ള എതിരാളിയോടും കാലാൾ കാലാളിനോടും മാത്രമേ യുദ്ധം ചെയ്യുവാൻ പാടുള്ളൂ. 6, ഓരോരുത്തരും അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് തുല്യനിലയിൽ ഉള്ളവരോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ. 7, ഓരോരുത്തരും അവരവരുടെ വീറും കരുത്തും തിരിച്ചറിഞ്ഞ് തുല്യരോട് മാത്രമേ പൊരുതുവാൻ പാടുള്ളൂ. 8, എതിരാളിയെ വിളിച്ച് മുന്നറിയിപ്പ് കൊടുത്ത ശേഷം മാത്രമേ യുദ്ധം തുടങ്ങുവാൻ പാടുള്ളൂ. 9, തന്നെ ഇപ്പോൾ ആരും ആക്രമിക്കുന്നില്ല എന്ന ധാരണയിൽ സ്വതന്ത്രനായി നിൽക്കുന്ന ഒരാളോട് യുദ്ധം ചെയ്യുവാൻ പാടില്ല. ഒപ്പം ഭയന്ന് വിറയ്ക്കുന്നവനെ ആക്രമിക്കുവാനും പാടില്ല. 10, ഒരാളോട് യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുന്നവനോട് മൂന്നാമതൊരാൾ യുദ്ധത്തിന് ചെല്ലരുത്. 11, അഭയാർത്ഥികൾ, പിന്തിരിഞ്ഞോടുന്നവർ,
പടച്ചട്ട, ആയുധം എന്നിവ ഇല്ലാത്തവർ, ഭാരം ചുമക്കുന്നവർ, ആയുധം ചുമന്നുകൊണ്ടു പോകുന്നവർ, ഭേരി തുടങ്ങിയ വാദ്യങ്ങൾ വായിക്കുന്നവർ, സൂതന്മാർ എന്നിവരെ ആക്രമിക്കുവാൻ പാടില്ല. ഇപ്രകാരം 11 വ്യവസ്ഥകൾ അടങ്ങിയ യുദ്ധനിയമത്തിന് അവർ രൂപം കൊടുത്തു. ഇരുവിഭാഗവും അത് അംഗീകരിക്കുകയും ചെയ്തു. സ്വന്തം മക്കൾ തമ്മിൽ പടവെട്ടാൻ പോകുന്നതോർത്ത് ദുഃഖിതനായിരിക്കുകയായിരുന്ന ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് വേദവ്യാസൻ എത്തി. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഒരേ കുലത്തിൽ ജനിച്ച നമ്മുടെ മക്കൾ തമ്മിൽ യുദ്ധം ചെയ്യുവാൻ പോവുകയാണ്. ഒന്ന് നീ ഉറപ്പിച്ചോളൂ, നിന്റെ മക്കൾക്കും അവരെ സഹായിക്കുന്ന രാജാക്കന്മാർക്കും നാശം അടുത്തിരിക്കുന്നു. യുദ്ധഭൂമിയിൽ നടക്കുന്നതെല്ലാം നേരിട്ട് കാണണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് ദിവ്യദൃഷ്ടി നൽകാം. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ യുദ്ധഭൂമിയിൽ നടക്കുന്നതെല്ലാം നിനക്ക് നേരിൽ കാണാം. ധൃതരാഷ്ട്രർ പറഞ്ഞു, മഹർഷി, ഇല്ല, എനിക്കതൊന്നും കാണണമെന്നില്ല. എങ്കിലും യുദ്ധഭൂമിയിലെ വിശേഷങ്ങൾ അപ്പോൾ അറിയുവാൻ കഴിഞ്ഞാൽ മതിയാകും. അപ്പോൾ വ്യാസൻ ധൃതരാഷ്ട്രരുടെ സന്തത സഹചാരിയായ സഞ്ജയന് ദിവ്യദൃഷ്ടി നൽകി. രാജാവെ, ഞാൻ സഞ്ജയന് ദിവ്യദൃഷ്ടി നൽകിയിരിക്കുന്നു. അയാൾക്ക് യുദ്ധഭൂമിയിലെ വിശേഷങ്ങൾ അറിയുവാൻ കഴിയും. അയാൾ യുദ്ധത്തിൻ്റെ വിശേഷങ്ങൾ നിന്നെ യഥാസമയം അറിയിച്ചുകൊള്ളും. സഞ്ജയൻ ഇതോടെ സർവജ്ഞനാകും. നേരിട്ടും അല്ലാതെയും ബാഹ്യവും മാനസികവുമായ എല്ലാ കാര്യങ്ങളും ഇയാൾക്ക് അറിയുവാൻ സാധിക്കും. ധൃതരാഷ്ട്രരെ, ഇനി നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ വലിയ നരഹത്യ ഉണ്ടാകും. ഒന്നുമോർത്ത് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് വിധിയാണ്, ഈശ്വരഹിതമാണ്. ധർമ്മമുള്ളിടത്തെ ജന്മമുണ്ടാകൂ. അധർമ്മത്തിനൊപ്പം വിനാശമാണ് നിലകൊള്ളുന്നത്. ഞാൻ നോക്കുന്നിടത്തെല്ലാം അപകടകാരികളായ അപശകുനങ്ങളാണ് കാണുന്നത്. ധൃതരാഷ്ട്രരെ, നീ അറിയുന്നില്ല, 2 സന്ധ്യകളിലും കുല്ലിയാൻ മിന്നുന്നു. മുകളിൽ വെളുപ്പും മധ്യത്തിൽ കറുപ്പും താഴെ ചുവപ്പ് നിറമുള്ള മേഘങ്ങളാൽ സൂര്യൻ മൂടപ്പെട്ടിരിക്കുന്നു. സൂര്യചന്ദ്രന്മാരും നക്ഷത്ര സമൂഹവും മിന്നിജ്വലിക്കുന്നതായി കാണുന്നു. രാപകലുകൾ തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം ആയിത്തീർന്നിരിക്കുന്നു. കാർത്തിക മാസത്തിലെ പൂർണ്ണചന്ദ്രനെ തിളക്കം മങ്ങിയതിനാൽ കാണുവാൻ കഴിയുന്നില്ല. നായ്ക്കളും പൂച്ചകളും തമ്മിൽ കലഹിക്കുന്നതിൻ്റെ ധ്വനി സദാസമയവും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ദേവീ വിഗ്രഹങ്ങൾ വിറയ്ക്കുകയും വിയർക്കുകയും രക്തം വമിപ്പിക്കുകയും ചെയ്യുന്നു. വസിഷ്ഠമുനിയുടെ പതിവ്രതയായ ഭാര്യ അരുന്ധതി ദേവി അദ്ദേഹത്തെ പിന്തള്ളി മുന്നിലേക്ക് വരുന്നു. ചന്ദ്രനിലെ മൃഗരൂപം മറഞ്ഞുപോയിരിക്കുന്നു. നോക്കൂ, മൃഗങ്ങൾ പോലും വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. പശുക്കൾ കഴുതകളെ പ്രസവിക്കുന്നു. കുതിരകൾ പശുക്കിടാങ്ങളെയും. പട്ടികളിൽ നിന്നും കുറുക്കനും പിറക്കുന്നു. കൂടെ കൂടെ ഭൂമി പ്രകമ്പനം കൊള്ളുന്നു. നിരന്തരമായി വീശുന്ന കൊടുങ്കാറ്റിൽ പൊടിയും മണ്ണും നിലയ്ക്കാതെ ഉയരുന്നു. സൂര്യഗ്രഹങ്ങളിൽ പോലും വിചിത്രമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. മുമ്പൊക്കെ പൗർണമി നാളിൻ്റെ 14-16 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അമാവാസി വരിക. ഇവിടെ ഇപ്പോൾ 13-ാം ദിവസം തന്നെ അമാവാസി എത്തിയിരിക്കുന്നു. ഇങ്ങനെയൊന്ന് മുമ്പ് ഉണ്ടായിട്ടുള്ളതായി കേട്ടിട്ട് പോലുമില്ല. തീർച്ചയായും എണ്ണമറ്റ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകും. ഭൂമി ആയിരക്കണക്കായ രാജാക്കന്മാരുടെ രക്തം പാനം ചെയ്യും. ഹിമവാൻ അടക്കമുള്ള പർവ്വതങ്ങളിൽ നിന്നും ഭീകര ശബ്ദങ്ങൾ ഉയരുന്നു. പർവ്വതശിഖരങ്ങൾ അടർന്നു വീഴുന്നു. കടലുകൾ കരയെ കാർന്ന് തിന്നുകൊണ്ടു പോകുകയാണ്. ഇതെല്ലാം വരുംകാലത്തിൻ്റെ ദുർവിധിയെ വിളംബരം ചെയ്യുന്ന അപശകുനങ്ങളാണ്. വ്യാസൻ അല്പസമയം ധ്യാനത്തിൽ മുഴുകി. ഉണർന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, രാജാവേ, കാലം ലോകത്തെ മുഴുവൻ സംഹരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ശാശ്വതമായി ഒന്നുമില്ല. നീ കൗരവരെയും പാണ്ഡവരെയും മടക്കി വിളിക്കൂ. അവർക്ക് ധർമ്മത്തിൻ്റെ മാർഗം ഉപദേശിച്ചു കൊടുക്കൂ. ബന്ധുജനങ്ങൾ പരസ്പരം പടവെട്ടി മരിക്കേണ്ടി വരുന്ന നീചകർമ്മത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കൂ. കുലധർമ്മം സ്വശരീരം പോലെയാണ്. ഒരിക്കലും അതിനെ നശിപ്പിക്കുവാൻ ഒരുങ്ങരുത്. നിനക്കതിനെ രക്ഷിക്കാൻ കഴിയും. എങ്കിലും നീ പോയത് അധർമ്മത്തിൻ്റെ വഴിയിലേക്കാണ്. നിനക്ക് രാജ്യം എന്ന പേരിൽ ലഭിച്ചിട്ടുള്ളത് വലിയൊരു അനർത്ഥമാണ്. അതിനാലാണ് അത് പല വംശങ്ങൾക്കും എണ്ണമറ്റ രാജാക്കന്മാർക്കും നാശകാരണമാകുന്നത്. നീ എൻ്റെ വാക്കനുസരിച്ച് നിൻ്റെ മക്കൾക്ക് ധർമ്മത്തിൻ്റെ മാർഗം ഉപദേശിച്ചു കൊടുക്കൂ. പാണ്ഡവർക്ക് അവരുടെ അർഹമായ രാജ്യവും കൗരവർക്ക് മനസമാധാനവും കിട്ടുവാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. വിഷണ്ണനായി ധൃതരാഷ്ട്രർ പറഞ്ഞു, പിതാവേ, ലോകത്തുള്ള ജനങ്ങളെല്ലാം അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. ഞാനും അക്കൂട്ടത്തിൽപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രം. അധർമ്മത്തിൻ്റെ പാത ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മക്കൾ എന്നെ അനുസരിക്കുന്നില്ല. വ്യാസൻ ചോദിച്ചു, നിനക്ക് എന്നോട് മറ്റെന്തോ ചോദിക്കുവാനുണ്ടെന്ന് തോന്നുന്നു. ധൃതരാഷ്ട്രർ ചോദിച്ചു, പിതാവേ, യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ശുഭാശുഭങ്ങൾ എന്തെല്ലാമാണ്? വ്യാസൻ പറഞ്ഞു, മകനെ,
ഹോമാഗ്നിയുടെ ജ്വാലകൾ പവിത്രമായി മുകളിലേക്ക് ഉയർന്നോ, പ്രദക്ഷിണ രീതിയിൽ ചുറ്റിയോ, പകയില്ലാതെ ഹവ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ സുഗന്ധം പരത്തിക്കൊണ്ടോ കത്തുന്നുവെങ്കിൽ അത് വിജയത്തെ സൂചിപ്പിക്കുന്നു. യുദ്ധത്തിൽ പോരാളികൾ ആഹ്ലാദ ശബ്ദം മുഴക്കുകയും ധൈര്യത്തോടെ മുന്നേറുകയും ചെയ്താൽ അവർക്ക് വിജയമുണ്ടാകും. ജയം നേടാൻ യോഗ്യനായ വില്ലാളിയുടെ കഴുത്തിലെ പൂമാലകൾക്ക് മങ്ങലേൽക്കുകയില്ല. പരസ്പരമറിയുന്ന ഉത്സാഹശാലികളായ 50 പേർ ഒത്തുചേർന്നാൽ വിപുലമായ ഒരു സൈന്യത്തെ തോൽപ്പിക്കുവാൻ കഴിയും. ഏറെ പേർ ഉണ്ടെന്ന് വെച്ച് എപ്പോഴും വിജയം ലഭിക്കണമെന്ന് ഇല്ല. ഇത്രയും പറഞ്ഞിട്ട് വ്യാസൻ അവിടെ നിന്നും പോയി. ധൃതരാഷ്ട്രർ ചിന്താകുലനായിരുന്നു. അദ്ദേഹം സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയ, യുദ്ധകൊതിയന്മാരായ ഈ രാജാക്കന്മാർ ഭൂമിക്ക് വേണ്ടി വെട്ടിമരിക്കാൻ ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ ഈ ഭൂമി അത്രയ്ക്ക് ശ്രേഷ്ഠ ഗുണങ്ങൾ ഉള്ളതാണോ? അല്ലെങ്കിൽ അവരെന്തിന് മരണത്തെപ്പോലും ഭയക്കാതെ യുദ്ധത്തിനൊരുങ്ങുന്നു? സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ഈ ഭൂമിയിൽ 2 തരം ജീവികളുണ്ട്, ചരങ്ങളും അചരങ്ങളും, ചലിക്കുന്നവയും ചലിക്കാത്തവയും. ചലിക്കുന്നവ തന്നെ 3 വിധമുണ്ട്: അണ്ഡജം, സ്വേദജം, ജരായുജം എന്നിങ്ങനെ. ഇവയിൽ ശ്രേഷ്ഠമായത് ജരായുജമാണ്. മനുഷ്യനും മൃഗങ്ങളും ഈ വിഭാഗത്തിലുള്ളവയാണ്. ഇവ ഗ്രാമങ്ങളിലും വനങ്ങളിലും ജീവിക്കുന്നു. അണ്ഡജം മുട്ടയിൽ നിന്നും ജനിക്കുന്നവയാണ്. പക്ഷികൾ ഈ ഗണത്തിൽപ്പെടുന്നു. സ്വേദജം വിയർപ്പിൽ നിന്നും ജനിക്കുന്നതാണ്. അവ ഉദ്ഭിജങ്ങൾ അഥവാ അചരങ്ങളാണ്. ഇത് 5 വിഭാഗങ്ങളുണ്ട്: വൃക്ഷം, ലത, ത്വക്സാരം, ഗുൽമം, വള്ളി എന്നിവയാണവ. എല്ലാ ജീവജാലങ്ങളും ജീവിച്ച് മരിച്ച് ഇവയിൽ ലയിക്കുന്നു. സകല ഭൂതങ്ങൾക്കും ആധാരം ഭൂമിയാണ്. ഏറെക്കാലം സ്ഥിരമായിരിക്കുന്നതും ഭൂമി തന്നെയാണ്. ഭൂമി കൈവശമിരുന്നാൽ ചരാചരങ്ങൾ അവർക്ക് അധീനമായിരിക്കും. അതുകൊണ്ടാണ് ഈ മനുഷ്യരെല്ലാം ഭൂമിക്ക് വേണ്ടി പരസ്പരം പടവെട്ടി മരിക്കാൻ തയ്യാറാകുന്നത്. ഇത് കേട്ട് ധൃതരാഷ്ട്രർ ഒന്ന് നെടുതായി നിശ്വസിച്ചു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.